അപ്പം തന്നെ ഡോക്ടർ പറയാണ് ഒരു സറേഷൻ കൊടുക്കണം, സറേഷൻ കൊടുത്താലേ CT എടുക്കണം. അങ്ങനെ കഴിഞ്ഞ് സറേഷൻ കൊടുത്ത് മയക്കി കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ഓക്സിജൻ മാസ്കോ അവിടെ വന്നൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു കാര്യം ഒരു ചെയ്തില്ല. അത് കഴിഞ്ഞ് CT എടുക്കാൻ താഴെ കൊണ്ട് വിട്ടപ്പോഴും ആള് അനക്കമില്ല, ഇങ്ങനെ കിടക്കുക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഒരു 11 മണിക്ക് കിട്ടിയ പത്രത്തിട്ടേക്കത് വേറെ എന്തോ അസുഖം കൊണ്ടാണ്, മുഴ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഈ ആള് മരിക്കാൻ കാരണമായേക്കാമെന്ന് പുള്ളി പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കൊടുത്ത ഡൈസിപാം എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനാണ്. ഇതിന്റെ അളവ് ഇച്ചിരിയെങ്കിലും കുറയോ കൂടിയോ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഡെത്ത് ഒക്കെ വന്ന് അപ്പം തന്നെ മരിക്കും. അപ്പൊ ഇതിന് ശേഷമാണ് ഇവർ കണ്ണുപോലും തുറക്കാഞ്ഞത്. എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് സീരിയസ് ആയിട്ട് കുടിച്ച് നാളെ ചെയ്യാതെ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി കൊല്ലുകയാണോ പരിപാടി ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിയിട്ടാൽ പിന്നെ അയാളൊന്നും പ്രതികരിക്കത്തില്ലല്ലോ. നമസ്കാരം. നമ്പർ 1 കേരളത്തിൽ ചികിത്സാ പിഴവ് മൂലം ഒരു യുവതിയുടെ കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ 20-നാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശിനിയായ 34 വയസ്സുകാരിയായ അശ്വതി ബാബു എന്ന യുവതിയുടെ ജീവൻ നഷ്ടമായത്. അശ്വതി ബാബു ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കെ ഛർദിയും ക്ഷീണവും അനുഭവപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഡോക്ടർ ചികിത്സ നടത്തുന്നു, എന്തൊക്കെയോ കുത്തിവെപ്പ് നടത്തുന്നു. ഇതിന് പിന്നാലെ പൊടുന്നനെ ഈ യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉൾപ്പെടെ ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവാണ് ഈ ആശുപത്രിക്കും ഇവിടെയുള്ള ഡോക്ടർമാർക്കും സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. എൻ്റെ വൈഫിന് വീട്ടിൽ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കടയുണ്ട് എൻ്റെ താഴെ. അപ്പോൾ ഒരു 2:30 ഛർദിൽ ആയി. 2:30 കഴിഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ സമയം ഞാൻ ആലോചിക്കുന്ന കുട്ടികളെ വന്ന് വിളിക്കുന്നു, ടീച്ചർ ഛർദ്ദിക്കുന്നു, മാമ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഛർദ്ദിക്കുന്നുണ്ടല്ലോ വേണം. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു പയ്യൻ ഞാനൊരു കാർ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ഇയാളെ പെട്ടെന്ന് ഒരു 10-12 മിനിറ്റിനകത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചപ്പം അയാൾ ബോധവിഷയമൊന്നും ആയിട്ടില്ല. ആ ടൈം തന്നെ ഇവർ മരുന്ന് എന്തോ ഇട്ടു. എൻ്റെ ട്രിപ്പാണെന്ന് വെച്ചാൽ അത് മരുന്ന് ട്രിപ്പാന്ന് പറഞ്ഞു. അതിനകത്ത് മരുന്ന് ആടണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഡിപ്രഷനായി. അവർ എൻ്റെ സംസാരിക്കുന്ന ആദ്യം വേണ്ട, അന്നേരം ടയേർഡ് സംസാരിക്കുന്നില്ല. ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് ഈ മരുന്ന് മാറ്റ് എന്ന് മരുന്നെന്തോ കുഴപ്പമുണ്ട് വെപ്പപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയം തന്നെ അയാൾ ഈ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ കാണിക്കുന്നത്, നാക്കിങ്ങനെ ആക്കുക, ഇതിങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായി. അത് കഴിഞ്ഞത് ചെറിയ ശതമാനം. അപ്പം തന്നെ ഡോക്ടർ പറയാണ് ഒരു സറേഷൻ കൊടുക്കണം, സറേഷൻ കൊടുത്താലേ CT എടുക്കണം. അങ്ങനെ കഴിഞ്ഞ് സറേഷൻ കൊടുത്ത് മയക്കി കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ഓക്സിജൻ മാസ്കോ അവിടെ വന്നൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു കാര്യം ഒരു ചെയ്തില്ല. അത് കഴിഞ്ഞ് CT എടുക്കാൻ താഴെ കൊണ്ട് വിട്ടപ്പോഴും ആള് അനക്കമില്ല, ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് CT എടുത്ത് തിരിച്ച് അവിടെ കൊണ്ട് താഴെ കൊണ്ട് ഇട്ടു. തിരിഞ്ഞു പോലും നോക്കിയില്ല ഡോക്ടർ, തിരിഞ്ഞു പോലും നോക്കില്ല. അവിടുത്തെ CCTV എടുക്കുന്ന പറയും, തിരിഞ്ഞു പോലും പിന്നെ നോക്കിയിട്ടില്ല. ഹോസ്പിറ്റലുകാർ നൽകുന്ന സൂപ്രണ്ട് അറിയില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഒരു 11 മണിക്ക് കിട്ടിയ പത്രത്തിട്ടേക്കത് വേറെ എന്തോ അസുഖം കൊണ്ടാണ്, മുഴ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഈ ആള് മരിക്കാൻ കാരണമായേക്കാമെന്ന് പുള്ളി പറഞ്ഞേക്കുന്നത്. പക്ഷേ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഒരു സിംറ്റംസ് ഞാൻ എങ്ങും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഇവർ പറയുന്ന ഒരു കാര്യമില്ല, അറിയില്ല, എവിടെ വേണമെങ്കിലും ഇവർക്ക് തിരക്കാം. പക്ഷേ ഇത്രയും നേരം ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ അവർക്കൊരു ഓക്സിജൻ കൊടുക്കാനോ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് സീരിയസ് ആയിട്ട് കുടിച്ച് നാളെ ചെയ്യാതെ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി കൊല്ലുകയാണോ പരിപാടി ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിയിട്ടാൽ പിന്നെ അയാളൊന്നും പ്രതികരിക്കത്തില്ലല്ലോ. അങ്ങനെ താഴെ കൊണ്ട് ഈ ഡോക്ടർ അറിഞ്ഞുകൊണ്ടാണോ പിന്നെ തിരിച്ച് നോക്കാത്തതെന്ന് എനിക്കറിയില്ല. ബ്ലഡ് കോട്ടി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെടുക്കും. ബ്ലഡ് കോട്ടിങ് ആൾ ചിരിയും കറുത്ത് എത്ര പെട്ടെന്ന് ഡോക്ടറോട് ഞാൻ വാദിക്കുന്നു പറയാം. അപ്പോഴും ഡോക്ടർ പറയുകയാണേ കുറച്ച് കഴിയുമ്പോൾ റിക്കവർ ആയി എണ്ണിച്ചോളൂ എന്ന്. ഇതൊക്കെ കൊടുത്ത ഡൈസിപാം എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനാണ്. ഇതിന്റെ അളവ് ഇച്ചിരിയെങ്കിലും കുറയോ കൂടിയോ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഡെത്ത് ഒക്കെ വന്ന് അപ്പം തന്നെ മരിക്കും. അപ്പോൾ ഇതിന് ശേഷമാണ് ഇവർ കണ്ണുപോലും തുറക്കാഞ്ഞത്. ഇദ്ദേഹം ഒരുപാട് തവണ നേഴ്സസിനെ ഡോക്ടറൊക്കെ വിളിച്ചു. അവിടെ അവർ ആ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ലാക്ക് ചെയ്തു. അവരൊന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ, അല്ലെ ആ ഒരു സമയത്ത് ഒന്ന് ആ ഒരു പേഷ്യൻറ്റിനെ ചെയ്തിരുന്നെങ്കിൽ അവർ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ് ആണ്, ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സോ ഇതിനെതിരെ ഞങ്ങൾ ഹൈക്കോർട്ടിൽ, ഞങ്ങൾ ജസ്റ്റിസ് ഫോർ സിറ്റിസൺ ഫോർ ഇവരുടെ ഒപ്പമുണ്ട്, ഹൈക്കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഈ നെഗ്ലിജൻസ് കാരണം ഇപ്പോൾ ഇങ്ങനൊരു ടീച്ചറാണ്, ഇവർക്ക് മാസം 60,000 രൂപ ശമ്പളം കിട്ടുന്നതാണ്. ഇവരിപ്പോൾ മരിച്ചു. ഇവർക്കൊരു കുഞ്ഞു മോനുണ്ട് 5 വയസ്സുള്ള. അപ്പോൾ എന്ത് നഷ്ടമാണ് ഈ ഫാമിലിക്ക് ഉണ്ടായത്? സോ അവരുടെ ഈ ഒരു നെഗ്ലിജൻസ് കൊണ്ട് മാത്രമാണ് ഇവർ മരിച്ചത്. അത് തെളിയിക്കാനുള്ള CCTV ഫുട്ടേജിന് വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും സൂപ്രണ്ടിനും എല്ലാം ഞങ്ങൾ
അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് ഞങ്ങളിത് തെളിയിക്കും. ഈ അശ്വതി ബാബു CP എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡെത്തായ ഈ ടീച്ചറിന്റെ ഒരു വിഷയത്തിൽ നമുക്ക് ഈ സൂപ്രണ്ട് സുനിൽകുമാർ എന്ന് പറഞ്ഞ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലില് സൂപ്രണ്ട് ഇതിലൊരു നമുക്കൊരു പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പ്രൈമറി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ ആദ്യമേ നമ്മളത് പുറത്ത് വിടേണ്ടതാണ്. ഈ സമയം വരെ അങ്ങനെ ഒരു റിപ്പോർട്ടോ ഒരു കാര്യങ്ങളോ പുറത്ത് വിട്ടിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ 2 ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് രാത്രി 9 മണിയായപ്പം ഈ അവിടെ ഒരു ലോക്കൽ ചാനലിൽ ഈ അവിടുത്തെ താലൂക്ക് ഈ സൂപ്രണ്ട് സുനിൽകുമാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരെ. ആ പുള്ളിക്കാരൻ കൊടുത്തതിൽ പുള്ളിക്കാരൻ കോസ് ഓഫ് ഡെത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിനകത്ത് പഴുപ്പ് നിന്നു, ആ പഴുപ്പ് കാരണം ക്രിട്ടിക്കൽ ഷോക്ക് വന്ന് മരിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറയണത്. അപ്പം നമ്മൾ നോർമലി ഒരു മനുഷ്യൻ നമ്മുടെ കയ്യോ കാലോ ഒന്ന് കീറി അതൊന്ന് ഇൻഫെക്റ്റഡ് ആയാൽ തന്നെ നമ്മുടെ ബോഡി ഫസ്റ്റ് റെസ്പോണ്ട് നമുക്ക് തരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ്. ഫസ്റ്റ് സൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പനിയാണ്. ഇത് ഈ അശ്വതി ബാബു എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ഒരു 3-4 മാസം കൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഒരു അസ്വസ്ഥതയോ ഒരു പനിയോ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു വാദം അതിൽ തന്നെ തെറ്റാണ്. ഡോക്ടർ പറഞ്ഞത് തെറ്റാണ്. പിന്നെ പുള്ളിക്കാരൻ എന്തോ ഒരു കാണാതെ പഠിച്ച് പറയണത് പോലെയാണ് വന്നിരുന്ന് പുള്ളിക്കാരൻ ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ക്രിട്ടിക്കൽ ഷോക്ക് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ ഈ ഓവർ ഡോസേജ് ഓഫ് മെഡിസിന് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് ആ പുള്ളിക്കാരനെ പറയണ ഇതിൽ തന്നെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായ കാര്യമാണ് ഇത്. അപ്പം അതിനകത്തൊരു ഡ്യൂട്ടി നെഗ്ലിജൻസ് എന്ന് പറയുന്ന സാധനം നമുക്കിപ്പോൾ ഈ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ആരോഗ്യ മേഖലയിൽ ഈ നെഗ്ലിജൻസ് എന്ന് പറയുന്ന സാധനം ഈ ഇങ്ങനെയുള്ള ഡെത്ത് അതെന്ന് പറഞ്ഞാൽ അതൊരു നെഗ്ലിജൻസ് അല്ല. ഇതിപ്പോൾ ഒരു കരുതിക്കൂട്ടി ചെയ്തതുപോലത്തെ ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1-2 സംഭവിക്കാം നമുക്ക്, അത് സ്വാഭാവികം. ഡോക്ടർ എല്ലാവരും മനുഷ്യരാണ്, അതിൽ പറ്റുന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇത് അങ്ങനല്ല. ഇതിപ്പോൾ ഒരു നീണ്ട കുറച്ച് ഈ ഒരു മാസത്തെ കണക്കെടുത്താൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 10 എണ്ണമെങ്കിലും ഉണ്ട് വിവിധ തരം ഹോസ്പിറ്റലിൽ. കോഴിക്കോടത്തെ കേസും എല്ലാം നമ്മളിപ്പോൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോഗ്യ മേഖല ഇങ്ങനെയാണ് ഇനിയും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് എപ്പോഴും ഈ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിന് പോലും നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വിളപ്പിശാല സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എൻ്റെ അവിടെ മലയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരാൾ പനിയായിട്ട് ചെന്ന സമയത്ത് അയാൾക്ക് കൊടുത്ത പാരസിറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ ഞങ്ങളുടെ അവിടെ ആ ഏരിയയിലുള്ള പല ഗ്രൂപ്പുകളിലും വന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ പാരസിറ്റാമോളും റൗണ്ടിലുള്ള ഗുളിക എന്ന് പറഞ്ഞാൽ പൂപ്പലെല്ലാം പിടിച്ച് ഇരിക്കുന്നതാണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ മനുഷ്യർ സാധാരണക്കാർ വിശ്വസിച്ച് പോണവർ, കയ്യിൽ കാശില്ലാതെ സാധാരണക്കാർ എമർജൻസി ആയിട്ട് വിശ്വസിച്ച് പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഇതാണ്. എന്ന് പറഞ്ഞാൽ ആ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻ ആണെന്ന്. അപ്പം ഇത് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ മെഡിസിനും റാക്കറ്റുമായിട്ടുള്ള വലിയ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾ കൊണ്ടുമാണ് ഈ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് തുച്ഛമായ വിലയ്ക്കും പല കാര്യങ്ങളിൽ ഈ ആരോഗ്യ മേഖലയിൽ വാങ്ങിച്ച് അതാണ് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യണത്. നമ്മൾ എല്ലാവരും ജീവനും നമുക്ക് വിലയുള്ളതാണ്. സാധാരണക്കാർക്ക് കാശില്ലാത്തത് കൊണ്ടാണ് അവർ ആ ഒരു ഹോസ്പിറ്റലിലുള്ള അവരെ ആശ്രയിക്കുന്നത്. നമ്മുടെ ഇവിടെ എന്നാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് ഈ ഉന്നതരും മുകളിലോട്ടിരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരോ അവരുടെ മക്കളോ ആരെങ്കിലുമൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചികിത്സയ്ക്ക്? നമ്മളാരും കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവരെന്താണ് ഈ മേഖലകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് നമുക്കൊരു അറുതി വരുത്തിയേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രൈമറി സ്ഥലം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ്. ഇതിനെതിരെ ജസ്റ്റിസ് ഫോർ സിറ്റിസൺ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫോറം ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഇവരെ കൂടെ ഇതിന് ഏതറ്റം വരെ നമ്മൾ ഫൈറ്റ് ചെയ്യണോ അതുവരെ ഇവർക്ക് അശ്വതി ബാബുവിൻ്റെ ഡെത്തിന് വേണ്ടി ഏതറ്റം വരെ ഫൈറ്റ് ചെയ്യാനും ആ പുള്ളിക്കാരിക്ക് ജസ്റ്റിസിനും ഫാമിലിക്ക് ജസ്റ്റിസും കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചിരിക്കും. നിലവിൽ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്? നിലവിൽ സ്റ്റേഷനിൽ പരാതി കുന്നിക്കൂടെ എൻ്റെ പരിധിയിലെ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തേക്കുന്നത്. ഇനിയും ബാക്കിയുള്ള ആരോഗ്യമന്ത്രിക്ക് എല്ലാവർക്കും പരാതി കൊടുക്കാനാണ് മൊത്തത്തിൽ പരാതി കൊടുത്ത് നിയമത്തിന്. എന്താണ് ഈ മരണകാരണം എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്? ഒരു മരണകാരണം എന്ന് പറഞ്ഞാൽ സൂപ്രണ്ട് പിറ്റേന്ന് പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. അവിടെ എന്തോ മുഴയുണ്ടായിരുന്നു, നമ്മളത് ചികിത്സിക്കാതിരുന്നതാണ്, നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അയാൾ എവിടെയോ പുള്ളി അന്വേഷിച്ചോട്ടെ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എവിടെയോ അന്വേഷിച്ചോട്ടെ, എവിടെ എൻ്റെ വീടിൻ്റെ അവിടെ ആ സ്കൂളിലോ എൻ്റെ വൈഫ് അച്ചു ലീവ് എടുത്തിട്ടുള്ള ദിവസം ഒന്ന് അവളുടെ അച്ഛൻ മരിച്ചതും എൻ്റെ അച്ഛൻ മരിച്ച ദിവസം മാത്രമാണ്. ടോക്കച്ച് ആ പുള്ളും സ്കൂളിൽ തന്നെ അവൾ പഠിക്കുന്നത്. ഞാൻ രാവിലെ വൈകിട്ട് കൊണ്ടാക്കുന്നത്. അയാൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, വൈകിട്ട് വിളിച്ചുകൊണ്ട് വരുന്നു. ഇതാണ് റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ബസ്സിലോ വേറെ എടുത്തോ പോകുന്ന ഒരാളല്ല.
ഞാനാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ മുൻപ് ചികിത്സ തേടിയിരുന്നു? മുൻപ് ചികിത്സ തേടിയിരുന്നില്ല. ഇല്ല, ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ വേവിനെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഇല്ല. ഞാൻ സഹോദരനാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, 3:15 എൻ്റെ സഹോദരിയെ അവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് 5:55 വരെയും കാഷ്വാലിറ്റിയിൽ യാതൊരുവിധ ഈ രോഗം ഭേദമാക്കാനോ രോഗത്തെ കണ്ടെത്താനോ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തില്ല. അതായത് ഒരു രോഗി കാഷ്വാലിറ്റിയിൽ, അത് ഞങ്ങൾ വിശ്വാസമുള്ളത് കൊണ്ടാണ്, ഗവൺമെൻറ്റിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അതായത് പുനലൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. അതായത് ഏകദേശം 100 കോടി രൂപയോളം കിഫ്ബിന്ന് മുടക്കി പണിത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ മരണശേഷം ഞാൻ ഇതിനെപ്പറ്റി അറിയണത്. ഗവൺമെൻറ്റിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തേടിയപ്പോൾ എൻ്റെ സഹോദരിക്ക് ലഭിക്കേണ്ട നിയമപരമായിട്ടുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, അത് നിഷേധിക്കപ്പെട്ടു. കാരണം വെച്ചാൽ 3:15 ട്രീറ്റ്മെൻറ്റ്, എന്ത് അസുഖമാവട്ടെ, അവർ പറയുന്ന വയറ്റിലെ പഴുപ്പോ, അത് പോസ്റ്റ്മോർട്ടം 400 ഗ്രാമോളം പഴുപ്പുണ്ടെന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. ആ പഴുപ്പുള്ള വ്യക്തിയാണ് ചേച്ചിക്ക് അതിൻ്റെ ഒരു റിയാക്ഷനും മുമ്പ് നടത്തില്ല. പനി പോലും വന്നിട്ടില്ല. ഏത് ഹോസ്പിറ്റലിലും വേണമെങ്കിലും പരിശോധിക്കാം. ഞങ്ങൾ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് പോയിട്ടില്ല. എന്നാൽ ഇതൊരു അധ്യാപികയാണ്. ഇത്രയും കാലത്തിലൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവർ ഒരു കാഷ്വാലിറ്റിയിൽ കിടക്കുന്നത് വെറുതെ ഒരു സ്ട്രക്ചറിലാണ്. ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ട്രക്ചറിൽ പരിശോധനയ്ക്ക് പോലും ഡോക്ടറിൻ്റെ സഹായം തേടിയിട്ട് എത്തിയിട്ടില്ല. ആദ്യം വന്ന് രോഗിയെ കണ്ടു, ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് രോഗിയെ കണ്ടതല്ലാതെ ഈ ഡോക്ടർ ഞങ്ങളുടെ ഈ പൾസില്ല, ചുണ്ട് കറക്കണു, ശരീരം ഫുള്ള് തണുക്കണു എന്ന് പറഞ്ഞിട്ട് പോലും ഈ ഡോക്ടറോ അവിടുത്തെ ഹെഡ് നേഴ്സോ വന്ന് പരിശോധിക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ നിർബന്ധത്തെ തുടർന്ന് ഒരു ജൂനിയർ നേഴ്സിൻ്റെ നിർബന്ധപ്രകാരമാണ് പിന്നെ ഒരു ഹെഡ് നേഴ്സ് എന്ന് പറഞ്ഞ ലേഡി വന്ന് പരിശോധിക്കുകയും പെട്ടെന്നാണ് വയ്യാണ്ടായെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ CPR കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം 30 മീറ്റർ ദൂരെയാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ ബിൽഡിംഗ് നടക്കുന്നത്. അവിടുത്തെ 4ാം നിലയിൽ ICUലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊരു അതിനുശേഷം നടന്ന എനിക്ക് ഡ്രാമയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കാഷ്വാലിറ്റി വെച്ച് എൻ്റെ ചേച്ചിയുടെ ജീവൻ പോയിട്ടുണ്ടാവും. എന്നാൽ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല. യഥാർത്ഥ സമയത്ത് 2.5-3 മണിക്കൂറിൽ ലഭിക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ സഹോദരി മരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ജോലി തിരക്കാണ്, ഇവിടെ സൗകര്യങ്ങളില്ല, നേഴ്സുമാരില്ല, ഡോക്ടർമാരില്ല എന്നുള്ള സൗകര്യങ്ങളില്ല എന്നാണ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഞങ്ങൾ ആ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. ചേച്ചി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ബോധമുണ്ടായിരുന്നു. ഇവർ കുത്തിവെച്ച മരുന്നിനെതിരെ റിയാക്ഷൻ നടത്തി. കിടന്ന സ്ട്രക്ചറിൽ നിന്ന് എണീറ്റെന്ന് പറഞ്ഞു, ഈ മരുന്ന് എൻ്റെ ശരീരത്തിന് ചൂടുണ്ടാക്കണു എന്ന് പറഞ്ഞ ഉടനെ ആ ട്രിപ്പിട്ട് അത് മാറ്റിയ ഉടനെ ബോധം കെടുത്താനുള്ള മരുന്ന്, ആ ബോധം കെടുത്തിയ എൻ്റെ ചേച്ചി പിന്നെ എണീറ്റിട്ടില്ല. അപ്പോൾ യാഥാർത്ഥമായിട്ടും ഇത് അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇതിൽ സത്യാവസ്ഥ തേടി ഇവർക്കെതിരെ ശക്തമായ ആക്ഷൻ എടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അശ്വതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, ഒരു സർക്കാർ ആശുപത്രിയിൽ ജീവനോടെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.